ഹായ്. അങ്ങനെ ഇന്നിപ്പോൾ കേരളത്തിൽ നല്ല മഴയും കാറ്റൊക്കെ ആയിട്ടും പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ റോഡ് തകർച്ചയുടെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുന്നേ അടിപിടിയായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടന സംബന്ധമായിട്ടുള്ള ആര് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ നോക്കുമ്പോൾ റോഡ് ഉണ്ടാക്കിയവരില്ല, അനുവാദം കൊടുത്തവരൊന്നുമില്ല. അതാണ് അവസ്ഥ. കുറേ സമരം ചെയ്യും, കുറേ കൊടി പിടിക്കും എന്നല്ലാതെ ഇതിലൊന്നും വലിയ മാറ്റം വരാൻ പോകുന്നില്ല. ഇതിപ്പോൾ ഒരു ചെറിയൊരു മഴ പെയ്തപ്പോഴേക്കും ഒരു ഭാഗം ഇടിഞ്ഞതാണെങ്കിലും ഓക്കെ, അതിൻ്റെ ആ ഒരു ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പാളിച്ച സംഭവിച്ചതാന്ന് വിചാരിക്കുക. ഇത് പല സ്ഥലങ്ങളിലും റോഡ് പൊട്ടിലും ഒരു മഴ പെയ്തപ്പോൾ തന്നെ റോഡ് ഒലിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിപ്പോൾ തുടക്കമായിട്ടുള്ളൂ, ഒരു മഴയല്ലേ ആയിട്ടുള്ളൂ. കേരളത്തെ സംബന്ധിച്ചോളം മഴ എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അവസാനിക്കണമെന്നല്ലല്ലോ. മാസങ്ങളോളം മഴ ഉണ്ടാവും, അതിശക്തമായ മഴ ഉണ്ടാവും. അപ്പോൾ കുറേ മഴയെ കുറ്റം പറയും, മുന്നേ പെയ്ത മായത്ത് മഴയല്ല ഇപ്പം പെയ്യണത് പറയും. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇനിയിപ്പോൾ കൂടുതൽ അന്വേഷണം വന്നു കഴിഞ്ഞാൽ അത് പറയുന്നത് പ്രകൃതി ദുരന്തമാണ്, പ്രകൃതി വ്യത്യസ്തമായ മഴയാണ്, ഇത്ര മഴ സെൻറ്റിമീറ്റർ പെയ്ത് ഇത്ര വലുപ്പത്തിൽ പെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പൊളിറ്റിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസങ്ങളുണ്ടാവും. നമ്മളൊക്കെ കണ്ട് കാര്യമാണ് 2006 മലേഷ്യൻ കമ്പനി വന്നിട്ട് കേരളത്തിൽ റോഡ് പണിയുന്നത്. അന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു അറിവിൽ ഈ റബ്ബറൈസ്ഡ് റോഡ് വരുന്നത്. ആ പേര് കേരളത്തിൽ കേൾക്കുന്നത് അപ്പോഴാണ്, റബ്ബറൈസ്ഡ് റോഡ് വന്നത്. സൈൻ ബോർഡ്, സ്ട്രീറ്റ് ലൈറ്റ്, കനാൽ സിസ്റ്റം, ഇതൊക്കെ കാണുന്നത് ആ ഒരു സമയത്താണ്. മറ്റേ റോഡിന്റെ സൈഡിൽ കനാൽ സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അന്നുണ്ടാക്കിയ റോഡ് ഇന്ന് പലതും അതേപോലെ നിലനിൽക്കുന്നുണ്ട്. ഒരു കേടുപാട് പോലും ഇല്ലാണ്ട്, ഒരു റീടാറിങ് പോലും ചെയ്യാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ പല കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ റോഡിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മലേഷ്യയിൽ അവിടെ ഇവിടെ അല്ല പല രാജ്യങ്ങളിലായിട്ട് പോയിട്ട് പഠിക്കുന്ന കാര്യങ്ങളുണ്ടായി. ജസ്റ്റ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കാലങ്ങളായിട്ട് എന്തുകൊണ്ടാണ് ഈ റോഡ് ഇപ്പോഴും തകരാത്തത് എന്ന് പഠിക്കാതെ, കൺമുന്നിൽ കാണാത്തത് പുറത്ത് പോയാൽ കാണാൻ പറ്റുമോ? അപ്പുറത്ത് പോയാൽ കാണാൻ പറ്റില്ല. കാരണം ഈ 2006 കാലഘട്ടത്തിൽ കഴിഞ്ഞതൊന്നും ഇന്നത്തെ ഒരു ജനറേഷന് മനസ്സിലാവില്ല. കാരണം അവരെ കുട്ടിക്കാലത്ത് നടന്ന സംഭവമാണ്. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ഐഡിയ ഇല്ല. ഞാൻ പലപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാർക്കൊന്നും അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അങ്ങനെ റോഡോ, അതേതാണ് റോഡ് എന്ന് ചോദിക്കുന്ന അവസ്ഥയിൽ ഇപ്പോഴും ഞാൻ പറയണ്. എൻ്റെ സ്ഥലത്ത് ചങ്ങനകുളം മുതൽ പെരുമ്പിലാവ് വരെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന സ്ഥലം, ആ റോഡ് ഇപ്പോഴും ഒരു ടാറിങ് പോലും ചെയ്തിട്ടുണ്ട്. ടാറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മേലത്തെ ടാറിങ് ഇപ്പം അടുത്ത് ചെയ്ത ടാറിങ് ചില പോയിട്ടുണ്ടാവും എന്നല്ലാണ്ട് അതിൻ്റെ ഗ്രൗണ്ടിൽ ഇന്നും ഒരു പ്രശ്നവും നടന്നിട്ടില്ല. ബേസിക്കലി അതിൻ്റെ ബേസ്മെൻറ്റ് ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് ഒരു പ്രശ്നമില്ലാതെ നടക്കുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ പഠിക്കുന്ന സമയത്താണ് ഞാൻ അതിലൂടെ സഞ്ചരിച്ചു പോയിരുന്നതും ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളും കണ്ടിട്ടുണ്ട്. അത് ഒരു കുന്നോ മലയോ ഒന്നും ഇടിച്ചിട്ടല്ല. ഇന്നും ആ റോഡിലൊരു തിരക്കുമില്ല. കാരണം ആ റോഡിൽ അത്യാവശ്യം വീതിയുണ്ട്. ഇന്നത്തെ ഒരു 3 വരിയുടെ പാതയുടെ വീതിയുണ്ട്. 2 സൈഡും റോഡ് കഴിഞ്ഞിട്ട് റോഡിൻ്റെ 2 വശവും ടാർ ചെയ്തിട്ടുണ്ട്. ആ ടാർ ചെയ്ത ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ സ്പേസ് ആണ്. അത് കഴിഞ്ഞിട്ട് റോഡിൽ എക്സ്ട്രാ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കനാൽ സിസ്റ്റം ഉണ്ടായിരുന്നു, അതിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ പൊളിറ്റിക്കലി കുറേ ഇഷ്യൂസ് കാരണം അത് മുന്നോട്ട് പോയിട്ടില്ല. അതിൻ്റെ
ഏറ്റെടുത്ത കമ്പനിയിലെ ആള് മരണപ്പെട്ടു പോയി എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. ആത്മഹത്യ ചെയ്തു, കാരണം ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഭരണം മാറി ഭരണം മാറിയപ്പോൾ അതിന്റെ പേയ്മെന്റ് ഇഷ്യൂസ് അത് നിർത്തിവെക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തിനിങ്ങനത്തെ റോഡ് എന്ന് പറഞ്ഞു. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അത് UDF-ന്റെ കാലത്താണ് ആ ഒരു പദ്ധതി വരുന്നത്. മന്ത്രി മുനീറിന്റെ പൊതുമരാമത്ത് മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ആ പദ്ധതി ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ആ റോഡ് ഇപ്പോഴും അന്ന് ഉണ്ടാക്കിയ ബ്രിഡ്ജും ഒക്കെ അതേ നിലയിൽ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതും കേരളത്തിൽ തന്നെയാണ്. ഇതിനേക്കാളും വലിയ മഴയും കൊണ്ടിരിക്കണ്, എല്ലാം കൊണ്ടിരിക്കണ്. അതിശക്തമായ കാറ്റുണ്ടായിട്ടുണ്ട്, പ്രളയം സംഭവിച്ചു, എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ റോഡ് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അത് പണി ചെയ്ത് കഴിഞ്ഞാൽ അത് അതേപോലെ ഉണ്ടാവും. കാരണം എനിക്കറിയാം അതിന്റെ ഒരു ടൈമിൽ ആ സാമ്പിൾ കൊണ്ടുപോയിരുന്നത് അതിന് താഴത്തേക്ക് ഒരു ട്യൂബ് ഇറക്കിയിട്ട്, ഒരു പൈപ്പ് ഇറക്കിയിട്ട്, ഒരു ഫ്ലെക്സിബിൾ പൈപ്പ് ഇറക്കും. എന്നിട്ട് നോക്കി കഴിഞ്ഞാൽ ഓരോ ഘട്ടത്തിൽ എങ്ങനെയാണിത് റോഡ് മെയിൻറ്റെയിൻ ചെയ്തെന്നുള്ളത് അറിയാൻ പറ്റും. ഞങ്ങൾക്കറിയാം പല സ്ഥലങ്ങളിലും താഴ്ന്ന സ്ഥലത്ത് അവര് മണ്ണിട്ട് കൊണ്ടുവന്നത്. ഇപ്പോഴും ആ മണ്ണും ആ സ്ഥലങ്ങളും ഒരു പ്രശ്നമില്ലാതെ സ്ട്രോങ് ആയിട്ട് ഒരു മഴയ്ക്ക് പോലും ഇടിഞ്ഞു പോവാതെ രീതിയിൽ കാണാൻ പറ്റും. ഒരാളുടെ വീട് തകർക്കുകയോ അല്ലെങ്കിൽ ഒരാളുടെ പറമ്പ് താഴെ ആവുക അല്ലെങ്കിൽ മേലെ ആവുക അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പുറത്തുള്ളവർക്ക് ഇപ്പുറത്തേക്ക് വരാനും ഒക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലും ഒക്കെ ആയിരുന്നു. എന്തുകൊണ്ടും ഞാൻ ഇന്ന് 100% അതിനോട് യോജിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ആ റോഡ് വന്നതിന് ശേഷം എത്രയോ മണിക്കൂറോളം ലാഭം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇപ്പൊ പുതിയൊരു ഹൈവേ വന്ന് ഒരു ദിവസം ജസ്റ്റ് റണ്ണിങ് ആവുന്നതിന് മുന്നേ തന്നെ തകർന്നു പോകുന്നത്. അപ്പൊ ഇതിനൊക്കെ പിന്നിൽ അഴിമതി പറഞ്ഞ സംഭവങ്ങൾ ഉണ്ട്. തീർച്ചയായും അതിന്റെ എന്താ പറയാ, അതിന്റെ കൺസ്ട്രക്ഷൻ മേഖലയിൽ എന്തോ തകരാറുണ്ട് എന്ന് തന്നെയാണ് 100% ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയി വരുന്ന സമയത്ത് ഈ റോഡിന്റെ കൂടെ സഞ്ചരിച്ചിരുന്നു. യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും ഇനിയും ഈ അപകടങ്ങൾ ഉണ്ടാവാം. കാരണം ഒന്നാമത് ഇത്രയും ഹൈറ്റില് ഒരു അണ്ടർ പാസേജ് സിസ്റ്റം കൊണ്ടുവരുമ്പോൾ അതിന് താഴത്തൂടെ വണ്ടി സഞ്ചരിക്കണം, അതിന്റെ സേഫ്റ്റി. പിന്നെ ഇത്രയും വലിയ ഹൈറ്റിൽ കൊണ്ടുവരുമ്പോൾ അതിന്റെ ബേസ്മെന്റ് സ്ട്രോങ് ആണോ, അല്ലെങ്കിൽ അവിടുത്തെ മണ്ണിന്റെ, അല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും വെള്ളത്തിന്റെ സഞ്ചാര യോഗ്യതകൾ. കാരണം എനിക്ക് വേറെ ഇതൊക്കെ കാണുമ്പോൾ പറയാൻ പറ്റുന്നത്, ഈ മലേഷ്യൻ കമ്പനി അന്ന് വർക്ക് ചെയ്തപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും തോടുള്ള സമയത്ത് അവരെന്താ ചെയ്തെന്ന് കഴിഞ്ഞാൽ ഈ റോഡ് ഒരു തരത്തിലും ട്രാഫിക് പ്രശ്നമില്ലാണ്ട് ഒരാൾക്ക് തടസ്സം വരാത്ത രീതിയിൽ താഴത്തൂടെ വലിയ പൈപ്പില് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന രീതിയിൽ ഓവുചാലുകൾ ഇട്ടുണ്ടായിരുന്നു. ആ ഓവുചാൽ ഇപ്പോഴും ഉണ്ടാവും സ്ട്രോങ് ആയിട്ട്. അതുപോലെ തന്നെ അന്ന് അവർ കനാൽ സിസ്റ്റം കൊടുക്കുന്നത്, ആ കനാൽ സിസ്റ്റം ഒക്കെ ഇപ്പോഴും ഉണ്ട്. അതൊന്ന് പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റാത്ത പ്രശ്നമേ ഉള്ളൂ. അത് നല്ല ചെറിയ ചെറിയ പീസുകളായി കൺസ്ട്രക്ഷൻ ചെയ്തിട്ട് വേറെ സ്ഥലത്ത് നിന്ന് ഇവിടെ വന്നിട്ട് അത് കണക്ട് ചെയ്തിട്ടാണ് കൊണ്ടുപോയി വരുന്നത്. അപ്പൊ അതൊക്കെ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഡെവലപ്ഡ് ആയുള്ള ഒരു അന്നത്തെ കാലത്ത്, അതായത് 2006 അന്ന് ഡെവലപ്പ് ചെയ്ത ഏറ്റവും നല്ലൊരു ടെക്നോളജി തന്നെയാണ് അന്ന് ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തിരുന്നത്. അപ്പോ അത് ഓരോ കിലോമീറ്ററും അതിൻ്റെതായ രീതിയിൽ സ്ട്രീറ്റ് ലൈറ്റ് വരെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു, ബസ് സ്റ്റോപ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു. മേ ബി അത് ആ റോഡിൽ നിന്ന് വരുന്നതാണെങ്കിൽ കേരളത്തിൽ ഇനി ഇതിപ്പോ ഒരു 10 കൊല്ലത്തിന് അല്ലെങ്കിൽ 20 കൊല്ലത്തിന് റോഡ് പണിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ മുന്നിൽ കണ്ടു തന്നെയാണ്. കാരണം ഇത്രയും നല്ല റോഡ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് പിന്നീട് തന്നെ രാഷ്ട്രീയ പ്രവർത്തകർ
പിന്നീട് വരുന്ന രാഷ്ട്രീയപരമായുള്ള പ്രശ്നങ്ങളും രാഷ്ട്രീയക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് ഈ പുതിയ ബഡ്ജറ്റും പുതിയ ഒക്കെ പ്രഖ്യാപിക്കണമെങ്കിൽ ഇതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവണമല്ലോ. അപ്പൊ അതൊക്കെ തന്നെയാണ് ഇതിന്റെ പിന്നില്. അപ്പോ അങ്ങനെ അപ്പൊ ഇതൊന്ന് പറയണം തോന്നി. കാരണം അറിയാത്തവരിലേക്ക് എത്തിക്കുക, അത്രേ ഉള്ളൂ. കാരണം ഇതൊക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ ഇതിനെപ്പറ്റി അറിയുന്നവരൊന്നും ഈ ലോകത്ത് ഉണ്ടായിരുന്നു വരില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേരളത്തില്. അപ്പൊ ഞാന് പറഞ്ഞു വന്നത്, അത് നാട്ടിൽ വന്ന സമയത്ത് ഈ വളാഞ്ചേരി അതുമാതിരി കൊളപ്പുറം ഭാഗത്തൊക്കെ അവര് മണ്ണെടുത്തത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിശയം തോന്നും. അത്രയും താഴ്ത്തിയിട്ടാണ് റോഡ് പോകുന്നത്. എന്തിനാണ് അതിന്റെ ആവശ്യം? അപ്പോ അത് കുറച്ചൊക്കെ സ്ലോപ്പാക്കി കൊണ്ടുവരാന്നല്ലാണ്ട് ഇത്രയും താഴ്ത്തി സ്ട്രൈറ്റ് ആക്കേണ്ട ഒരു ആവശ്യം കേരളത്തിലില്ല. നല്ല വീതിയിൽ തന്നെ 4 വരിപ്പാത വീതിയിൽ കൊടുന്നാൽ തന്നെ ട്രാഫിക് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ ഈ കുന്നും മലകളൊക്കെ ഇടിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടിട്ട് എങ്ങോട്ട് പോകാനാണ്? അപ്പൊ ആ കൊണ്ടുപോകണതിൽ തന്നെ അതിന്റെ പിന്നില് പല ലക്ഷ്യങ്ങളും ഉണ്ട്. കാരണം അതൊന്നും കേരളത്തിന് വേണ്ടിയിട്ടും അല്ല. അത് അതിന്റെ പിന്നിൽ പൊളിറ്റിക്കലി വേറെ ഉദ്ദേശങ്ങളുണ്ട്. അതല്ലാതെ കേരളത്തിനോട് ഇഷ്ടം കൊണ്ടോ ഒന്നുമല്ല ഇത്രയും നല്ല സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ പറ്റുന്ന ഹൈവേ കൊണ്ടുവരാം. അത്രയും സ്ഥലങ്ങളിൽ കൊണ്ടുവരാം. നമ്മൾ പറയില്ലേ, അതായത് ടൂറിസം പ്ലേസിൽ മാക്സിമം ആ ടൂറിസത്തിനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഒരു ഫോറസ്റ്റ് ഏരിയ ആണെങ്കിൽ ആ ഫോറസ്റ്റ് ഏരിയ സംരക്ഷിച്ചിട്ട് വേണം കൊണ്ടുവരാൻ. അങ്ങനെയൊക്കെ ആകുമ്പോഴല്ല ആ രാജ്യത്തിന് ഡെവലപ്മെന്റ് ഉള്ളു. അല്ലാതെ കുറെ റോഡിലൂടെ ഓടിയിട്ട് എന്താ കാര്യം? റോഡ് എന്ന് പറയുന്നത് ഇത്രയും കാഴ്ചകൾ കാണാനും അത്രയും ടൂറിസം പ്ലേസുകളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇതെല്ലാം നശിപ്പിച്ചിട്ട് വെറും ഒരു എക്സ്പ്രസ് ഹൈവേ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുന്ന ആൾക്കാർ ഇന്ന് വളരെ ചുരുക്കം എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം എന്തോ ഇന്നത്തെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. ആളുകൾക്കും അവരവരുടെ ഇഷ്ടങ്ങളും അവരവരുടെ കാര്യങ്ങളും നേടിയെടുക്കുക. മറ്റവന് എന്തായാലും കുഴപ്പമില്ല, മറ്റുള്ളവരെന്തായാലും കുഴപ്പമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെറിയൊരു വീഡിയോ, ചെറിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇതോടെ നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.